ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ വിഷൊക്കെ ആയിട്ട് സത്യം പറഞ്ഞ് വയ്യാണ്ടിരിക്കുകയായിരുന്നു, പനിയും ചുമക്കായിട്ട്. അത് കഴിഞ്ഞിട്ട് ധ്രുക്കുട്ടിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വൃത്തിയാക്കലും കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിനി പോപ്പി തന്നെ പോകണ്ട, പോപ്പി കടിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ തല പൊക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഇതൊരു കുട്ടിയാലും കുറച്ച് ഉഷാറായിട്ട് ഇത് കുട്ടി നോക്കിടി. ഉഷാറായ ഹായ് പിന്നെ ഹായ്. അപ്പോൾ കുറച്ച് സമയം പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ധ്രുക്കുട്ടിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വേഗം ക്ലീനിങ്ങിലേക്ക് ഞാൻ കിടക്കാണ്. അപ്പോൾ നമുക്ക് ഓരോരോ സ്പോട്ടുകൾ ഞാൻ ക്ലീൻ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതാ നിറച്ച് ചെരുപ്പുകളും, പിന്നെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ കുട്ടിയുടെ കുറേ ടോയ്സും ഹെൽമെറ്റ് ഇതാ. പിന്നെ കയറി വരുമ്പോൾ തന്നെ സോഫയുടെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ കണി വെച്ചിട്ട് കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുട്ടിയുടെ ടോയ്സൊക്കെ ഞാൻ എപ്പോഴും അടക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കലങ്കോലൊക്കെ എടുക്കേണ്ട. ദിവാങ്കോട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഷെൽഫിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ ചേട്ടൻ ഫുഡ് കഴിക്കാം കേട്ടോ. പിന്നെ ഇതാ ബെഡ്റൂമിൻ്റെ അവസ്ഥ ഇതാ ഇതേപോലെയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ അടുക്കള ഇതുപോലെ തന്നെ. അടുക്കള പിന്നെ എപ്പോഴും അറിയാലോ അലങ്കോലമായിരിക്കും. അപ്പോൾ അതും ഏകദേശം അലങ്കോലം തന്നെയാണ്. പിന്നെ ഈ ഡൈനിങ്ങിൻ്റെ ഈ ടേബിൾ ഞാൻ എപ്പോഴും വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ അത് അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു ചെരുപ്പിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. അപ്പോൾ അതുപോലെ ചെരുപ്പുകൾ ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കണം കാണിക്കാനാണ് കേട്ടോ സാധനം വാങ്ങിച്ചത്. പക്ഷേ അത് ചെരുപ്പ് അതിൽ കയറ്റി വെക്കുന്ന വലിയ ടാസ്കായി കാരണം ആരും അതിൽ വെക്കാറുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കാനായിട്ടോ ഞാൻ ചെയ്യണത്. ഈ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് കുറേ സെറ്റിങ്സ് ചെയ്തു കേട്ടോ. അത് അതിൽ കമ്പികൾ ഇടക്കിടക്ക് ഊരിയിട്ട് ചേട്ടൻ കുറേ എന്തൊക്കെയോ ചെയ്തിട്ടാണ് കേട്ടോ അതങ്ങനെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കുറേ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചു. ഇപ്പോൾ എന്തൊരു ചെരുപ്പുകളുണ്ട് കേട്ടോ, അതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെരുപ്പുകളൊക്കെ പോയപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വൃത്തിയാക്കാം. അവിടെ ഇതുപോലെ ഹെൽമെറ്റ് എനിക്ക് ഇഷ്ടമില്ലാട്ട് ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഇങ്ങനെ വെക്കുന്നതൊക്കെ കയറി വരുന്ന സ്ഥലത്തൊന്നും. അപ്പം ഞാനത് പരമാവധി കാണുമ്പോൾ ഉള്ളിലേക്ക് കയറ്റി മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ആ ബോള് ഓൾറെഡി പുറത്ത് കിടന്നായിരുന്നു കേട്ടോ. ധ്രുക്കുട്ടിയിട്ട് അതാണ് ഞാൻ പുറത്തേക്ക് ഇട്ടത്. അപ്പോൾ അതും ചളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ധ്രുക്കുട്ടി ഇടയിൽ അവിടെ ഒരു മൂത്രമൊഴിക്കലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തുടച്ച് മാറ്റിയിട്ടാണ്. പിന്നെ നമ്മൾ അടിച്ചു വര ശേഷം ഞാൻ തുടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ സ്പോട്ട് വൃത്തിയാക്കി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് പിന്നെ ആദ്യം വൃത്തിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് പിന്നെ അങ്ങനെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടി ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ചേട്ടനോട് ഞാൻ കുറച്ചേരം ഒന്നും ഇവിടെ വന്ന് നിൽക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് വേഗം വൃത്തിയാക്കി കഴിയുമല്ലോ. അവളെ നോക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് എനിക്ക് പറ്റില്ല. അപ്പോൾ ചേട്ടൻ ലാപ്പ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടീനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതാണ് സമയം പോകുന്നത്. അപ്പോൾ അതാ ഞാൻ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി. എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിരുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോ സ്ഥലം അവിടെ ഇവിടെ ഞാൻ ആവശ്യമായിട്ട് ഇരിക്കുന്നത് കാണുന്നത് എനിക്ക് ഇത്ര ഇഷ്ടമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ അകത്തേക്ക് ഹോളിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തന്നല്ലോ ഓൾറെഡി ഇതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം. ഒതുക്കൽ ചെയ്യണം, അടിച്ച് വാരണം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റണം. ഇതൊക്കെ അറ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ധ്രുക്കുട്ടി കണ്ണിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒതുക്കുന്നുണ്ട്. ഇടയിൽ സാധനങ്ങൾ അടുക്കി പറക്കി വെക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ എൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ദിവസം അടുക്കി പെറുക്കി വെച്ചില്ലെങ്കിൽ ഇതൊക്കെ ഈ അവസ്ഥയിലാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നെന്തായാലും എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് വയ്യായി ഒന്ന് കുറഞ്ഞിട്ടുള്ള എന്നാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ വായിച്ച പത്രം അന്നുള്ളത് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പത്രങ്ങൾ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, അത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ടി വിയുടെ ഭാഗത്ത് ഇതുപോലെ കുറേ വയേഴ്സ് കേബിൾസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ച് വരട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ധ്രുക്കുട്ടി ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം ജോലി തീർക്കാൻ പറയുന്നു ചേട്ടൻ, കാരണം ചേട്ടന് വർക്ക് ചെയ്യാൻ പോകണമായിരുന്നു. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ ഞാൻ നീക്കി. പിന്നെ ദീപാങ്കൂട്ടുമ്പോൾ കുറേ പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോർത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ
അതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലുണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ എല്ലാ ദിവസം അതായത് സാധനങ്ങൾ വെച്ചാൽ അത് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അലങ്കോലമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷെൽഫിൽ കുറേ സാധനങ്ങൾ അലങ്കോലമായിട്ടിരിക്കണേന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതൊന്നും കാണാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സ്ഥാനമാനങ്ങൾ മാറിയിരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി കറക്റ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആകെ വയർത്തു കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളാണ്, എനിക്ക് തീരെ പറ്റില്ല കേട്ടോ ചൂട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കണി വെച്ചതും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സോഫയുടെ ഈ കുഷ്യൻസൊക്കെ ശരിയാക്കി വെച്ചു. ഇത് മിക്കവാറും വീണെടുക്കൂട്ടെ, എനിക്കിത് ഇങ്ങനെ തന്നെ ഇരിക്കണം അങ്ങനെയുണ്ട്. അപ്പം ഞാൻ കാണുമ്പോൾ അങ്ങനെ തിരിച്ച് ശരിക്ക് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ കുറേ സാധനങ്ങൾ അടിച്ച് കൂട്ടി ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അതിൽ കുറേ സാധനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളതൊക്കെ ഞാനൊന്ന് പറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് നേരെ അടിച്ച് പോവാണ് കേട്ടോ. അപ്പം എനിക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ സമയമില്ല, ചേട്ടന് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യണത്. വലിയ അടക്ക ഒതുക്കത്തിലല്ല, കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ അതാ ബാക്ക്ഗ്രൗണ്ടിൽ ദുരുക്കുട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് അവൾ ചെയ്യുന്നത് നോക്കിയിട്ട്. അപ്പോൾ 2 ദിവസം ആളിത്തിരി ഡൗൺ ആയിരുന്നു, ഇപ്പോഴാണ് ഇത്തിരി ഉഷാറായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഈ ഒരു ഭാഗം കൂടി തുടച്ച് ആ ഒരു സ്പോട്ടും കൂടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡൈനിങ് ഹാളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിവിടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എല്ലായിടത്തും അടിച്ചു പോയ ശേഷം ലാസ്റ്റ് തുടക്കുകയും ചെയ്യുക. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്കാണ് കേട്ടോ. ഞാൻ ഓരോ ഭാഗം അടക്കി പറക്കി അവിടെ തുടച്ച് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി അടിച്ചു വാരി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തുടച്ച് അവസാനം തുടക്കുക ചെയ്യുക കേട്ടോ. ഇതാ ഡൈനിങ് ഹാളിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി കുറച്ച് അടിച്ചു കൂട്ടി സാധനങ്ങളുണ്ട്. പിന്നെ ഇതാ ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ, പിന്നെ ഓൾറെഡി ടേബിൾ ഇത്തിരി അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഈ കസേരം ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ വേഗം മാറ്റിക്കുകയാണ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ജഗ് സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ കണി വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളി അതൊക്കെ കഴുകിയിട്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിരിച്ച് ഷെൽഫിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഭക്ഷണം കഴിച്ചിട്ട് ആവശ്യമില്ലാത്ത കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ആദ്യം എടുത്ത് മാറ്റുകയാണ് കേട്ടോ. കഴുകാൻ വേണ്ടി സിങ്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി കറികളൊക്കെ ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മൾ ടേബിളൊന്ന് തട്ടി തുടയ്ക്കുകയാണ് കേട്ടോ. നല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ താഴ്ത്തി പൊക്കോട്ടെ വെച്ചിട്ടാണ്. പഠിച്ചു വരുമ്പോൾ നമുക്കത് കിട്ടുമല്ലോ. അപ്പോൾ അത് അതിനിടയിൽ ചേട്ടൻ എന്തോന്ന് വന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഷെൽഫിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പേഴ്സൊക്കെ താഴ്ത്തി വീണ് കിടക്കണ്ടായിരുന്നു, അതൊക്കെ ഷെൽഫിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കാണ്ട് ഒന്ന് അടിച്ചു വാരാണ് അവിടെ. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ഉഷാറായത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ആണ് ക്ലീനിങ്ങിന്, വൈകുന്നേരമാണ് മിക്കവാറും ക്ലീനിങ് ഒക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അടിച്ച് വാരിയിട്ട് ഞാൻ വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു വട്ടയെ പോലത്തെ ഒരു സംഭവമില്ല, അതിൻ്റെ ഉള്ളിൽ മീൻ ചേട്ടയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടാങ്ക് പുറത്ത് ചേട്ടൻ കറക്റ്റ് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ടെമ്പററി ആയിട്ട് മീൻ വെച്ചിരിക്കുകയാണ്. അതൊരു കുട്ടിയുടെ നമ്മുടെ ഹൈച്ചേറിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കർട്ടൻസൊക്കെ ഇട്ട് ഈവനിങ് ആയിക്കാനാണ് കർട്ടനൊക്കെ തിരിച്ചിട്ടത് കേട്ടോ. പിന്നെ ഞാൻ ടേബിൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കർട്ടൻ കണ്ടില്ല 2-3 തവണ ഞാൻ കറക്റ്റ് ചെയ്തിട്ടാണ് എനിക്കൊരു മനസ്സമാധാനമായത്. എനിക്ക് അങ്ങനെ കർട്ടൻ്റെ തുണി മാറി കിടക്കുന്നൊന്നും എനിക്ക് ചില സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാണാൻ. ഈ ചില കൊസ്റ്റിരുന്നൊക്കെ ചിലർ പറയും, പക്ഷേ എല്ലാ കാര്യത്തിനും അങ്ങനെയൊന്നും ഇല്ല, ചില കാര്യങ്ങൾക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ എത്രയും അങ്ങോട്ട് വൃത്തിക്കാരിയെന്നല്ല, എന്നാലും എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെ കാണുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളിനി ഈ ഒരു ഭാഗം കൂടി തുടയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ ചെയ്യുക എല്ലാം കൂടി അടിച്ചു വാരിയിട്ട് അവസാനം തുടയ്ക്കും, ഏറ്റവും അവസാനം അടുക്കള തുടയ്ക്കും, അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നൊരു വെറൈറ്റിക്കാണ് ഞാനിങ്ങനെ പിന്നെ വീഡിയോ എടുക്കണ കാരണം കറക്റ്റ് അങ്ങനെ ഓരോ ഭാഗം വൃത്തിയാക്കി പോകണം കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ഭാഗം കൂടി തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുക്കളയുടെ അവസ്ഥ കാണിച്ചു തരാം. അടുക്കളയിൽ പോയി ഞാൻ ആ സിങ്കിൽ കൊടുത്തിട്ട് പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ അവിടെ അലങ്കോലമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പാത്രങ്ങൾ കഴുകിയൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഈ പാത്രം കഴുകുന്ന പണി എന്ന് പറയുന്നത് മിക്കവർക്കും ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ പാത്രം കഴുകാനൊക്കെ. പക്ഷേ വേറെ കുറേ പണികളുടെ ഇടയിൽ ഇത് ചെയ്യുമ്പോൾ അത്ര സുഖമൊന്നും തോന്നാറില്ല. ഇപ്പം ഞാൻ ഓൾറെഡി എല്ലാം ക്ലീൻ ചെയ്തിരിക്കണം, കാരണം എല്ലാം അടക്കി പറക്കി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം കൂടി ഇപ്പോൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് കഴുകി വെച്ച് ഒരു ഭാഗത്ത് അടക്കി വെച്ച് കഴിഞ്ഞാലാണ് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു മനസ്സും അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഭക്ഷണം കഴിച്ച പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്.
പിന്നെ ഇനി നമുക്ക് അതിനിടയിൽ ചായയും വെക്കണം. ചായയല്ല, കാപ്പിയാണ് കുടിക്കാറ്. അപ്പോൾ കാപ്പി കുടിക്കേണ്ട കാര്യമുണ്ട്. അപ്പോഴേക്കും ചേട്ടൻ്റെ വിളി വന്നിട്ട് കഴിഞ്ഞു ചോദിച്ചിട്ട് അപ്പോഴേക്കും കുറച്ചും കൂടി ടെൻഷനായി, കുറച്ചും കൂടി സ്പീഡിൽ കാര്യം ചെയ്യാണ് കേട്ടോ. അങ്ങനെ എന്താ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെയുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടിച്ച് വാരലാണ്. അപ്പോൾ അടിച്ച് വാരിയിട്ട് പിന്നെ ഇവിടെയും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ സ്പീഡിൽ അടിച്ച് വൃത്തിയാക്കണം. അതിനിടയിൽ ഓരോ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടിച്ചതിൻ്റെ ഇടയ്ക്ക് എല്ലാം കറക്റ്റ് ആ പൊസിഷൻസിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ അടിച്ച് വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാപ്പി ഏതാണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്കിനി ഇതും കൂടി കഴിഞ്ഞാൽ ഇനി ചേട്ടനെ വേഗം ഉണ്ണീനെ ഏൽപ്പിക്കാൻ വേണ്ടി ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗത തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഈ ഗ്യാസ് വെച്ചിട്ടുള്ള പോർഷനും അതുപോലെ മിക്സി വെച്ചിട്ടുള്ള ഈ ടേബിൾ ഇതുപോലെ അലങ്കോലമായിട്ടിരിക്കുന്ന സ്ഥലമാണ്. കുറേ സാധനങ്ങളൊക്കെ അവിടെ വലിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കുറേ ഫ്രൂട്ട്സ് കണി വെച്ച കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചു വാരിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും ഇത് ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ഞാൻ മറുപടി പറയേണ്ടിട്ട്. ചേട്ടാ കഴിഞ്ഞു, ചേട്ടാ അപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയും കൂടെ ഒന്ന് അടുക്കി പറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഏരിയയാണ്. അപ്പോൾ നമ്മൾ കാപ്പിയോടെ ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്. അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം അടുക്കളയോട് കൂടിയിട്ട് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി മെയിൻ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം ഞാനിപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു, കാരണം ധ്രുക്കുട്ടിയും ചേട്ടനും ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധ്രുക്കുട്ടി കളിച്ച് ക്ഷീണിച്ചിട്ട് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ ഇരിക്കാൻ പറഞ്ഞു, ബാക്കി എല്ലാ സ്ഥലത്തും തുടച്ചിട്ട കാരണം കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് വെച്ച പോർഷനും അതുപോലെ തന്നെ മിക്സി വെച്ച പോർഷനും വൃത്തിയാക്കിയപ്പോൾ കുറച്ച് പാത്രങ്ങൾ പിന്നെയും കിട്ടി. അപ്പോൾ അത് പിന്നെയും ഞാൻ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വൃത്തിയാക്കിയില്ലെങ്കിൽ സമാധാനമില്ലാത്ത കാരണം അതൊന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ഓൾറെഡി തുടച്ച പോർഷൻസാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും മറ്റ് ഷെൽഫ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒക്കെ അടച്ച് വെച്ചിട്ട് പിന്നെയും രണ്ടാമതൊന്നും കൂടി തുടച്ച് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഞാനിത് അവസാനം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അടിച്ച് കൂട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഞാൻ സമയമില്ലാത്ത കാരണം പെട്ടെന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് അടിച്ച് കൂട്ടിയത് അവസാനം ഈ ഒരു പോർഷൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ നിന്ന് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ പെട്ടിയിലൊക്കെ ആക്കി വെച്ചു. പിന്നെ ബാക്കി അതൊരു കുട്ടിയുടെ ചില തുണികളും കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റിയിടാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ ഉള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇവിടെ അടിച്ച് കൂട്ടാന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. എളുപ്പപ്പണിക്കാണ് ഞാനിത് ഇവിടെ എല്ലാം കൂടി അടിച്ച് ഇങ്ങോട്ട് ഇട്ടത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ അടിച്ചാൽ മതി, എല്ലാം കൂടി ഓരോ തവണ അടിച്ച് വാരി പുറത്ത് കളയണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അവസാനം ഞാൻ എൻ്റെ ധ്രുക്കുട്ടീനെയും ചേട്ടനെയും ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞാനിവിടെ വൃത്തിയാക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ വേഗം ചെയ്ത് തീർക്കുകയാണ്. സമയം വളരെ അതിക്രമിച്ചു. അപ്പോൾ അതാ ധ്രുക്കുട്ടിയുടെ കുറേ ടോയ്സ് വലിച്ച് വാരി കിടക്കണം. അത് വേഗം അടുക്കി പെറുക്കി ഒരു ഭാഗത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അടുക്കി പെറുക്കി വെച്ചാൽ ഇപ്പോൾ അവൾ വന്നത് വൃത്തികേടാക്കും, എന്നാലും ഞാൻ വേഗം ക്ലീൻ ചെയ്യാണ്. പിന്നെ ഓരോ ടവൽസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി ഒരു ഭാഗത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അതുപോലെ ടേബിളിൽ നിന്ന് സാധനങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ധ്രുക്കുട്ടിയുടെ ടവല് കാര്യങ്ങളൊക്കെ മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഓൾറെഡി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്. ധ്രുക്കുട്ടി വയ്യാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ, ഒരു അഴുക്കൊക്കെ ആവണ കാരണം. അപ്പോൾ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഏകദേശം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി തുടക്കൽ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു ബലൂൺ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ധ്രുക്കുട്ടിയുടെ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കറക്റ്റ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്രുക്കുട്ടിക്ക് വാങ്ങിച്ചന്ന് തന്നെ പൊട്ടിപ്പോയി. പക്ഷേ ഇനി അതെപ്പോഴും അതിൻ്റെ ഒരു ഭംഗി കാരണം അത് ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില തുണികളൊക്കെ മടക്കി അലമാരിയിൽ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവിടെയും തുടച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ലാസ്റ്റ് നമ്മൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെയുള്ള ചെരുപ്പുകളും സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ആവശ്യമില്ലാത്ത തുണികളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് അവസാനമായിട്ടൊന്ന് പടികളൊന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പടിയും കൂടി ഞാൻ പറഞ്ഞിരുന്നു മുന്നേ വീഡിയോയിൽ, ഇതൊരു കോഴികളൊക്കെ ഉള്ള കാരണം പടിയും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചളിയാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അടക്കി ഒതുക്കി വെച്ചിട്ട് ഞാനേതാ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിനകത്തേക്ക് കയറാണ്. അപ്പോൾ അങ്ങനത്തെ ഫൈനലായിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് ഇനി വീട് ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് അകത്തേക്ക് കയറാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട വീടും ഇപ്പോൾ കണ്ട വീടും വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഓരോ ഏരിയസ് കാണിച്ചു തരാം കേട്ടോ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പുറത്ത് കണ്ടല്ലോ, അപ്പോൾ നമ്മളിത് അകത്തേക്ക് വരികയാണ്. അതപ്പോൾ അങ്ങനെ ഹാള് കണ്ടല്ലോ. ഇനി നമ്മളിതാ ഡൈനിങ് ഹാളിലേക്ക് പോവാണ്. അപ്പോൾ ഡൈനിങ് ഏരിയ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ടേബിളിലുള്ള പാത്രങ്ങൾ അച്ഛൻ്റെ മെഡിസിൻസ് സാധനങ്ങളൊക്കെയാണ്, അത് അവിടെ തന്നെ എപ്പോഴും ഉള്ളതാണ്, അപ്പോൾ അത് മാറ്റാനൊന്നും പറ്റിയില്ല. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണും ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി തണുത്ത് പോയായിരുന്നു, അപ്പോൾ അതിനൊന്നും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചണിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റാണ് കേട്ടോ. ഇത് ഞാനിനി പുറത്ത് കാണിച്ചു തരാം. പുറത്ത് ഞാൻ ഓൾറെഡി ഇതുപോലെ എല്ലാം പടിക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫൈനലി നമ്മുടെ റൂം കാണിച്ചു തരാം. റൂമും ഞാൻ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛനും മോളൊന്ന് വന്നു അല്ലെങ്കിൽ കൊലപ്പെടുത്തി പോയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതായിരിക്കും ബൈ.